അപ്പോൾ 2024 JEE മെയിൻ എക്സാമിൻ്റെ സെഷൻ 2-ൻ്റെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നുള്ള അവരുടെ ആദ്യത്തെ ഒരു പ്രതികരണം നമുക്കവരോട് ചോദിക്കാം. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഇപ്പോൾ കഴിഞ്ഞ ജനുവരി പോലെ തന്നെ തോന്നി. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഈസി ആയിരുന്നു, മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, പ്രത്യേകിച്ച് ന്യൂമറിക്കൽ എത്തുമ്പോൾ കുറച്ച് പണിയായിരുന്നു. പക്ഷേ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് വന്നതെല്ലാം. മാത്സ് കഴിഞ്ഞ പോലെ തന്നെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയായിരുന്നോ? ഇപ്രാവശ്യം വന്ന ആ ഒരു സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ വന്നത്. ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് നന്നായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പറ്റുമോ? ഡീൽ ചെയ്യാൻ പറ്റി. പക്ഷേ മാത്സ് കുറച്ച് അധികം ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ലെങ്തിയാണ് മാത്സ്. കെമിസ്ട്രി ഒക്കെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? കെമിസ്ട്രി കുറേ ഡയറക്റ്റ് ചോദിച്ചു, കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിച്ചു. പക്ഷേ ചെയ്യാൻ പറ്റും പെട്ടെന്ന്, അതിന് ടൈം എടുക്കത്തില്ല. അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആദ്യത്തെ സെഷൻ 1 ആയിരുന്നു, സെഷൻ 2 ആയിരുന്നു എളുപ്പം? എനിക്ക് തോന്നിയത് സെഷൻ 1 കുറച്ച് എളുപ്പം എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ സെഷൻ 2 ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് മാത്സ് എനിക്ക് വന്ന് കുറച്ച് ലെങ്തി ആയിരുന്നു, അതിനേക്കാളും ഫസ്റ്റിനേക്കാളും ലെങ്തി ആയിരുന്നു. കുറച്ച് ടൈം അത് എടുക്കുന്നുണ്ട്. ഓക്കെ, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഓവറോൾ എളുപ്പേനി. ഫിസിക്സ് കെമിസ്ട്രി നല്ല എളുപ്പേനി. പിന്നെ മാത്സ് ചെയ്താൽ കിട്ടുന്ന ടൈപ്പായിരുന്നു. പക്ഷേ അവസാനത്തേക്ക് ന്യൂമറിക്കലൊക്കെ അത്യാവശ്യം പണിയേനി. അപ്പം നമ്മൾ സെഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അഭിപ്രായം? ടഫ്നെസ് നോക്കുകയാണെങ്കിൽ സെഷൻ 1 ടഫാണ്. പക്ഷേ എനിക്ക് സെഷൻ 1 നല്ല ചെയ്യാൻ പറ്റിയത് സെഷൻ 2. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മോന് സെഷൻ 2 ആണ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാം ആണല്ലേ? ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? നല്ല ടൈം എടുത്ത് അത്യാവശ്യം സമയമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമോ എല്ലാ എക്സാമും, എല്ലാ ക്വസ്റ്റ്യൻസും? ഫിസിക്സ് കെമിസ്ട്രി വേഗം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്സിന് അത്യാവശ്യം സമയം കിട്ടി. അപ്പോൾ ബാക്കി ഫുൾ ടൈം മാത്സ് ചെയ്യുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോൻ എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇച്ചിരിയും കൂടെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു തോന്നി ക്വസ്റ്റ്യൻസിന്. കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നോ അതോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു? കൂടുതൽ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? ന്യൂമറിക്കൽ ടൈപ്പ് കെമിസ്ട്രി ഒക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചത്? കെമിസ്ട്രിയും ഫിസിക്സ് അത്ര ലെങ്തി ഒന്നും അല്ലായിരുന്നു, സാധാരണ അല്ല. മാത്സ് ലെങ്തി ആയിരുന്നു. ഫസ്റ്റ് സെഷനിലും കുറച്ച് ലെങ്തി അല്ലായിരുന്നോ? ലെങ്തി ആയിരുന്നു, പക്ഷേ അതിനേക്കാളും കൂടുതൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുമോ? എല്ലാം പറ്റിയില്ല. ഇതുപോലെ ഇച്ചിരി ഒരു എക്സ്പെക്ടേഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ലെങ്തി ടൈപ്പൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നോ? അതൊക്കെ അറിയായിരുന്നു. പക്ഷെ എന്നാലും ഇച്ചിരിയും കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട്, ഇച്ചിരിയും കൂടെ എളുപ്പമാകുമെന്ന് പ്രതീക്ഷയായിരുന്നല്ലേ? ഓക്കെ, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, ഓവറോൾ ആവറേജ് ലെങ്തി ആയിരുന്നു. മാത്സ് നല്ലോണം അത് ഉദ്ദേശകൽ ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി കുറച്ച് ട്രിക്കി ആയിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഫിസിക്സ് എളുപ്പമായിരുന്നു. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഒത്തിരി സമയം എടുത്തോ? മാത്സ് നല്ല സമയം എടുക്കും, കാരണം മാത്സ് നല്ല ട്രിക്കി ആയിരുന്നു, നല്ല ലെങ്തി ആയിരുന്നു. ട്രിക്കി അല്ല, ലെങ്തി ആയിരുന്നല്ലേ? അപ്പോൾ സെഷൻ 1 കമ്പയർ ചെയ്യുകയായിരുന്നെങ്കിൽ ഏതായിരുന്നു കുറച്ച് നമുക്ക് എളുപ്പമായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്? സെഷൻ 1 തന്നെ. മാത്സ് നമുക്ക് അന്നേരം അത്ര ലെങ്തി അല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല ലെങ്തി ആയിരുന്നു. വായിച്ച് വരാൻ തന്നെ നല്ല സമയം എടുക്കുമായിരുന്നു. പിന്നെ ചെയ്യാൻ പറയണ്ടല്ലോ. ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് എളുപ്പമായിരുന്നു. കഴിഞ്ഞ സെഷൻ്റെ അത്ര സെയിം ടഫ്നെസ്, സെയിം തന്നെ. അധികം ടഫ് അല്ലായിരുന്നു, സിമ്പിളായിരുന്നു, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നു. ഡയറക്റ്റ് ആയിരുന്നു, ഫോർമുല ബേസ്ഡ് ആയിരുന്നു. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ കൂടുതലും? അതെ. നീച്ചിങ്ങനെ ചേർന്നോളാം. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആവറേജ്. എങ്ങനെയായിരുന്നു? സെഷൻ 1 ആയിരുന്നു, സെഷൻ 2 ആയിരുന്നു എളുപ്പം? എനിക്ക് കുറച്ചുകൂടെ സെഷൻ 1 തോന്നി, സിമ്പിളായിട്ട്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു? കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ലെങ്തി ടൈപ്പ്, അങ്ങനെ കൂടുതൽ സമയമൊക്കെ എടുക്കേണ്ടി വന്നോ വായിച്ച് മനസ്സിലാക്കാൻ? മാത്സ് കുറച്ച് സമയം ലെങ്തി ആയിരുന്നു, അത്യാവശ്യം ലെങ്തി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ലെങ്തി അല്ലായിരുന്നു, എന്നാലും ഫസ്റ്റ് സെഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഒത്തിരി ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ന്യൂമറിക്കൽ മാത്സ് ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി ഇൻഓർഗാനിക് ആയിരുന്നു, ഓർഗാനിക് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? എല്ലാം ഒരുപോലെ ചോദിച്ചത്. ഒരുപോലെയായിരുന്നു. അപ്പം രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെഷൻ 1 ആയിരുന്നു എളുപ്പം അല്ലേ? സെഷൻ 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫിസിക്സ് എളുപ്പമായിരുന്നു, കെമിസ്ട്രി മാത്സും കുറച്ച് പാടായിരുന്നു. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ഇക്വേഷനൊക്കെ ഇട്ട കുറേ കിട്ടുമായിരുന്നു. നിങ്ങൾ സെഷൻ 1 എഴുതി വരാണോ? അപ്പോൾ സെഷൻ 1 വെച്ച് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമെന്ന് പറയാൻ പറ്റുന്നത്? ഇതിലത്തെ ഫിസിക്സ് എളുപ്പമാണ്. കെമിസ്ട്രി കുഴപ്പമില്ല, രണ്ടും ഏകദേശം സെയിം ആണെന്ന് പറയും. ഇപ്പോൾ ഡയറക്റ്റ് ചോദിക്കുമായിരുന്നോ അതോ? ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ട്രക്ചർ വന്നിട്ട് അതിൻ്റെ എത്ര എണ്ണം സ്ട്രക്ചർ സെയിം സ്ട്രക്ചറാണെന്ന് ചോദിക്കണം, അതുണ്ട്. പിന്നെ കുറച്ച് കാൽക്കുലേഷൻ. കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് ഫിസിക്സും കെമിസ്ട്രിയും കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. മാത്സ് പൊതുവെ ചെറുതായിട്ടൊരു ടഫായിട്ട് തോന്നി. കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? ഡയറക്റ്റ് ചോദിക്കുമായിരുന്നോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാൽക്കുലേഷൻസ് അധികം ഇല്ലായിരുന്നു. പിന്നെ ഇനോർഗാനിക്കും ഓർഗാനിക് കൂടുതലായിട്ട് ഒന്നെന്ന് തോന്നി. അതേപോലെ കാൽക്കുലേഷൻസ് പൊതുവേ കുറവായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റി. അപ്പോൾ സെഷൻ 1 എഴുതിയാണോ?
എങ്ങനെയുണ്ട് അത് വെച്ച് നോക്കുമ്പം ഏതായിരുന്നു കൂടുതൽ? അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് എളുപ്പം. ഫിസിക്സും കെമിസ്ട്രിയും ഇതാണ് എളുപ്പം. ഓക്കെ, ഇത് കുറച്ച് ടഫ് വേണ്ടതാണ്. അപ്പോൾ മക്കളെ ജെഇമെയിൻ സെഷൻ 2 ഒറ്റവാക്കി പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സും കെമിസ്ട്രി ഈസി ആയിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി സൈഡിലായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് എത്തുമ്പോൾ കിട്ടുന്നില്ല, ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നും. വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ സമയം എടുത്തോ? ഇല്ലല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ലല്ല, പക്ഷേ ചെയ്ത് വന്നപ്പോൾ സമയം എടുത്തല്ലേ? ചെയ്ത് ചിലപ്പോൾ സ്റ്റക്കാവും ഒരു ക്വസ്റ്റിന് തന്നെ. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് മാറില്ല. അപ്പോൾ ഇങ്ങനെ 2-3 സ്റ്റെപ്പ് കിട്ടും. പക്ഷേ ലാസ്റ്റ് സ്റ്റെപ്പിലൊക്കെ ഞാൻ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കുടുങ്ങിപ്പോയി. ലാസ്റ്റ് ക്വസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങി കിടന്നു, പിന്നെ കുറേ ടൈം പോയി. അപ്പം ടൈം മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയോ? കുറച്ച് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. സെഷൻ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഫിസിക്സും കെമിസ്ട്രിയും ഏകദേശം സെയിം ലെവലാണ്. മാത്സും മാത്സ് സെഷൻ 1 കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലോ, കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ ചോദിച്ചത്. അപ്പോൾ അതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? അതേപോലെ തന്നെ ആയിരുന്നു അതോ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയല്ലേ? അതെ. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ 29 S1 ആയിരുന്നു. അപ്പോൾ അതിലത്തെ മാത്സ് ഇതിലത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇന്നത്തെ കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നി കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും. മാത്സിൽ ന്യൂമറിക്കൽ കുറച്ച് ടഫായിരുന്നു. എന്നാലും സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ടൈം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1-2 കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെയാണ് തോന്നുന്നത്, അതിൽ വ്യത്യാസം ഒന്നുമില്ല. സെഷൻ 1 എഴുതിയല്ലോ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ? അതെനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സ് എനിക്ക് ടഫായി പോയതുകൊണ്ട് എനിക്ക് എന്താ പറയുക ടൈം മാനേജ്മെൻറ്റ് മൊത്തം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സും മാത്സും അറ്റംപ്റ്റ് കുറഞ്ഞു പോയി. ഇപ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാം നന്നായി ചെയ്യാൻ പറ്റുമെന്ന് കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ സംഭവിച്ച പിഴവുകളൊക്കെ ഇത്തവണ തിരുത്താൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഏറെക്കുറെ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻ്റ് ആണല്ലേ? കുഴപ്പമില്ല. ഓക്കെ മാൻ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജെഇമെയിൻ സെഷൻ 2? ഫിസിക്സ് കെമിസ്ട്രി വലിയ സീനിലായിരുന്നു. മാത്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു ചെയ്യാനില്ല, കുറേ വലിയ കാൽക്കുലേഷൻ ഒന്നും വേണ്ടി വന്നില്ല. ഫിസിക്സ് പിന്നെ കഴിഞ്ഞ സെക്ഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ലെവൽ കൂട്ടിയിട്ടുണ്ട് അവർ. അത്യാവശ്യം മോഡലിന് വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റുമോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഇല്ല, എല്ലാത്തിനും ഓൾമോസ്റ്റ് ഈക്വലായിട്ട്. അങ്ങനെ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട്. ഇത് സെക്ഷൻ ബിയിലുണ്ടായിരുന്നു, അത് ഞാൻ നിന്നില്ല, ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സെഷൻ 1 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരുന്നു കൂടുതൽ എളുപ്പം എന്നങ്ങനെ പറയാൻ പറ്റുമോ? ഫിസിക്സ് കെമിസ്ട്രി സെക്ഷൻ 1 ആയിരുന്നു എളുപ്പം, പക്ഷേ ചെയ്യാൻ ത്രില്ലുണ്ടായിരുന്ന ഇതായിരുന്നു. കൂടുതൽ ത്രില്ലോട് കൂടി ചെയ്യാൻ പറ്റി, അതായത് നമുക്ക് കുറച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? എനർജറ്റിക് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്വാളിറ്റി എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? സെഷൻ 1 നോക്കുമ്പോൾ സെഷൻ 2 ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സെഷൻ 1 സെഷൻ 2 തന്നെ നല്ല, കാരണം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബുള്ളൻറ്റിന്ന് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. അപ്പോൾ അതൊരു പാറ്റേൺ തന്നെയായിട്ട് തോന്നിയോ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ? അതെ, ബുള്ളൻറ്റി കാണുന്ന മോഡൽ എക്സാം ടൈപ്പ് ചെയ്ത് വരുന്നേക്കണം, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നല്ലൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ജെഇമെയിൻ സെഷൻ 1 അപേക്ഷിച്ച് കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, മാത്സ് ഒക്കെ കൂടുതലെന്നായിരുന്നു നമ്മുടെ കുട്ടികൾ നമ്മോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഇവർക്കുണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? പരീക്ഷ കുഴപ്പമില്ല, ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല, മാത്സും അത്യാവശ്യം ചെയ്യാൻ പറ്റി. പക്ഷേ പറഞ്ഞ പോലത്തെ ലെങ്തി ആയിരുന്നു, കുറേയൊക്കെ ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല പോലെ ചെയ്യാൻ പറ്റി പ്രാവശ്യം. എങ്ങനെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയോ അതോ? കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അതേ ഒരു ലെവൽ വെച്ചാൽ തോന്നിയത്. പക്ഷേ മാത്സും കുറച്ചും കൂടി കുറച്ച് ലെങ്തി തോന്നി. ടൈമൊക്കെ ഓക്കെ ആയിരുന്നോ? ടൈം അതാണ് പ്രശ്നമായത്. മാക്സിമം ഇരുന്നപ്പോൾ പിന്നെ ബാക്കിയുള്ള അങ്ങനെ മാനേജ് ചെയ്യാൻ കുറച്ച് പണി പെട്ടു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ റെഡി ആയി. ഓക്കെ, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? മാത്സാണ് കുറച്ച് ടൈം എടുത്ത്, ബാക്കിയെല്ലാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ എക്സാം എഴുതി. ഫിസിക്സും കെമിസ്ട്രിയും സുഖമായിട്ട് എഴുതിനും, മാത്സ് ടൈം പോയി സ്റ്റാർട്ടേ ഉള്ളൂ. എന്നാലും സെഷൻ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരുന്നു കുറച്ച് എളുപ്പം എന്ന് പറയാം? 27 ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് നല്ല കാര്യമാണ്. അത്യാവശ്യം നല്ല ടഫുള്ള എക്സാമാണ്, അതുകൊണ്ട് പെർസെൻറ്റേജ് കൂടേണ്ടിയാണ് കഴിഞ്ഞ വർഷത്തിനോടും. അപ്പോൾ അതിലും കുറച്ചുകൂടെ മാർക്ക് പെർസെൻറ്റേജ് കൂടുതൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു ഓവറോൾ പറയുകയാണെങ്കിൽ? കെമിസ്ട്രി ഓർഗാനിക് ഒക്കെ എങ്ങനെയായിരുന്നു കൂടുതലും ചോദിച്ചത്? ഇന്ന് ഓർഗാനിക് ആയിരുന്നു അത്യാവശ്യം ചോദിച്ചു. ഓർഗാനിക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പിന്നെ ഇനോർഗാനിക് കുഴപ്പമില്ല, സിമ്പിളായിരുന്നു. ഓർഗാനിക്കാണ് നല്ല ചോദ്യം ചോദിച്ചു, അതേ ഉള്ളൂ. പിന്നെ ഫിസിക്കൽ ന്യൂമറിക്കൽ കുറച്ച് ചോദിച്ചിരുന്നു, അതേ ഉള്ളൂ. ഓക്കെ, രണ്ടുപേർക്ക് ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.